നമസ്കാരം, ഞാൻ നിഷാദ് ഗോയ. ഗോകുലം മൂവീസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പകലും പാതിരാവും എന്ന സിനിമയുടെ അജയ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ്. പകലും പാതിരാവും എന്ന് പറയുന്ന സിനിമ ശരിക്കും നമ്മൾ ഒരു ഇൻസ്പിറേഷനും കൂടിയാണ്. റോബർട്ട് ബ്രൂക്ക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നാടകകൃത്തിൻ്റെ ഏകാംഗ നാടകമാണ് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അത് പല ഭാഷകളിലായിട്ട് നാടകങ്ങളും സിനിമകളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നാടകാചാര്യൻ എൻ പിള്ള ഡാം എന്ന് പറയുന്ന നാടകം ഈ റോബർട്ട് ബ്രൂക്കിൻ്റെ നാടകത്തിനെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിനെ ആസ്പദമാക്കി ഇന്ത്യയിൽ തന്നെ വേറെ ഭാഷകളിൽ സിനിമ വന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് നമ്മളൊരു ഇൻസ്പിറേഷൻ. പകലും പാതിരാവും എന്ന സിനിമയിലോട്ട് എത്താനുള്ള ബേസിക് കാരണം അതാണ്. അജയ് വാസുദേവിലോട്ട് ഈ സിനിമ എത്തുന്നത് ഗോകുലത്തിൻ്റെ എല്ലാമായ കൃഷ്ണമൂർത്തി ചേട്ടൻ വഴിയാണ്. ഞാൻ ഈ കഥയുടെ ഒരു എലമെൻറ്റ് കൃഷ്ണമൂർത്തി ചേട്ടനോട് പറയുമ്പോൾ കൃഷ്ണമൂർത്തി ചേട്ടനാണ് എന്നോട് അജയിനെക്കുറിച്ച് പറഞ്ഞതും ഇത് അജയിനെക്കുറിച്ച് കൊണ്ട് ചെയ്യിപ്പിച്ചാലോ എന്നാലോചിച്ചതും. അപ്പോൾ ആദ്യം എനിക്കൊരു മാസ് ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാൾ ഇത് ചെയ്താൽ എങ്ങനെയാവും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് തന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ത്രില്ലറായിട്ട് ഇതിനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അജയ്. നിങ്ങൾക്കെല്ലാവർക്കും തിയേറ്ററിൽ ആ ഒരു അനുഭവം അനുഭവിച്ചറിയാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. അജയ് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞത്, എടോ ഞാനൊന്ന് ചെയ്യുന്ന സിനിമകളിൽ നിന്ന് മാറി ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കഥ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിതെന്തായാലും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഒരു മടിയും കൂടാതെ ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ് അജയ് ചെയ്തത്. നമ്മളിതിൽ കുഞ്ചാക്കോ ബോബനെ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി കഥ പറഞ്ഞ് പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും പുള്ളി അത് ചെയ്യാമെന്ന് നമ്മളത് സമ്മതിച്ചതാണ്. അങ്ങനെയാണ് സാധാരണ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു നായകനോട് ആദ്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓക്കെ ആക്കിയിട്ടാണല്ലോ ബാക്കി കാര്യങ്ങളോട്ട് നടക്കുക. പിന്നെ നമ്മൾ ഇതിൽ മനോജ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് ആരെ കൊണ്ട് ചെയ്യിക്കുമെന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന സിനിമ അജയും ഞാനൊക്കെ കാണാനിടയായത്. അപ്പോൾ അങ്ങനെയാണ് മനോജ് ചേട്ടൻ ഈ സിനിമയിലോട്ട് വരുന്നത്. അങ്ങനെ ഓരോരുത്തരും, ഇപ്പോൾ രജീഷ ആണെങ്കിലും കുറച്ച് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു രീതിയിലുള്ളൊരു കഥാപാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേരെ നമ്മൾ മനസ്സിലാലോചിച്ചിട്ടും ഒരു തൃപ്തി വരാതെ ആയപ്പോഴാണ് അവസാനം എല്ലാവരും ഒരുപോലെ രജീഷയിലോട്ട് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. സ്ക്രിപ്റ്റ് വൈസ് അറിയാണ്ട് ചളി എഴുതാനുള്ളൊരു വ്യഗ്രത ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്ത് മാക്സിമം പിടിച്ചു നിർത്തി എങ്ങനെ ഒരു മാറി നടക്കാൻ പറ്റുമെന്നുള്ളൊരു മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തിയിട്ട് തന്നെയാണ് പകലും പാതിരാവും എഴുതിയത്. അത് ജനങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഈ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു വലിയ ടെൻഷൻ തോന്നുന്നില്ല. കാരണം ഞാൻ ഈ സിനിമ ബാക്കിയുള്ള എല്ലാ സിനിമകളും ഞാൻ ചെയ്ത 5ഓളം സിനിമകളും പ്രിവ്യൂ കണ്ടപ്പോൾ എനിക്കൊരു ഉള്ളിൽ എപ്പോഴും ടെൻഷൻ തോന്നിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ സിനിമ പ്രിവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് ഈ സിനിമ വർക്കൗട്ട് ആകും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് തിയേറ്ററിൽ നിന്നും അങ്ങനൊരു റെസ്പോൺസ് കിട്ടുമെന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടുള്ള ഞങ്ങളുടെ പകലും പാതിരാവും 3-ാം തീയതി നിങ്ങളുടെ അടുത്തുള്ള എല്ലാ തിയേറ്ററുകളിലോട്ടും എത്തുകയാണ്. ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരേ സമയത്താണ് റിലീസ്. അപ്പോൾ എല്ലാ മലയാളി പ്രേക്ഷകരും സിനിമ കാണുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളൊരു വിശ്വാസമാണ്. എന്തായാലും കാണുക, അഭിപ്രായം പറയുക.